ചന്ദനം ചാർത്ത് നടക്കുന്ന മധ്യ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ തൃശൂർ എറവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ദശാവതാരം ചന്ദന ചാർത്തിന് തുടക്കമായി. കഴിഞ്ഞ 7 വർഷമായി ക്ഷേത്രത്തിൽ ദശാവതാരം ചന്ദന ചാർത്ത് നടത്തിവരികയാണ്. ദശാവതാരം ചന്ദനച്ചാർത്ത് ചെയ്യുന്ന മധ്യ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് എറവ് മഹാവിഷ്ണു ക്ഷേത്രം. ദൂരദേശങ്ങളിൽ നിന്നുവരെ ഭക്തർ ദർശനത്തിനായി ദശാവതാര ചന്ദനച്ചാർത്ത് സമയത്ത് ഇവിടെ എത്തുന്നുണ്ട്. കഴിഞ്ഞ 7 വർഷമായി ഇവിടെ നടക്കുന്ന ദശാവതാരം ചന്ദനച്ചാർത്തിൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നീ അവതാര രൂപങ്ങൾ ഭഗവത് പ്രതിഷ്ഠയിൽ ചന്ദനം ചാർത്തി ദർശിക്കാനാകും. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ദശാവതാരം ചന്ദന ചാർത്ത് ഈ വർഷം ഏപ്രിൽ 29 മുതൽ ഇന്ന് അത് ആരംഭിച്ചിരിക്കുകയാണ്. മെയ് 10-ാം തീയതിയോടുകൂടി പ്രതിഷ്ഠാംഗത്തോടുകൂടി പ്രസാദത്തോടുകൂടി ഈ പരിപാടി സമംഗളം പര്യവസാനിക്കും. ഭഗവാന്റെ 10 അവതാരങ്ങൾ ഇന്ന് മത്സ്യാവതാരം ആരംഭിച്ചു. തുടർന്ന് 10 അവതാരം വിശ്വരൂപവും പ്രതിഷ്ഠാംഗങ്ങളും കൂടി ചടങ്ങുകൾ പര്യവസാനിക്കും. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ ചന്ദനച്ചാർത്തിലൂടെ അണിയിച്ചെടുക്കുന്നവരിൽ പ്രമുഖനായ പെരികമന ഇല്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് ക്ഷേത്രത്തിൽ ചന്ദനം ചാർത്തുന്നത്. 3.5 മണിക്കൂറോളം എടുത്താണ് ചന്ദനം ചാർത്തൽ പൂർത്തിയാക്കുന്നത്. രാവിലെ 5:30 മുതൽ 9:30 വരെയും വൈകിട്ട് 5 മുതൽ 7:30 വരെയുമാണ് ദർശന സമയം. മെയ് 10-ന് പ്രതിഷ്ഠാദിനത്തിൽ കളഭാഭിഷേകം, കാഴ്ചശീവേലി, പ്രസാദ ഊട്ട് എന്നിവയും ഉണ്ടാകും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.